അനുഷ്കേനെ നന്നായി അറിയുന്ന അനുഷ്കയുടെ 2 ക്ലോസ് ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിക്കട്ടെ, അനുഷ്കയുടെ എന്ത് സ്വഭാവമാണ് 2026 മാറ്റേണ്ടത് നമുക്ക് അവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം. അവര് പറഞ്ഞു അനുഷ്കയുടെ നല്ല ഗുണം എന്താന്ന് പറഞ്ഞാൽ ആകെ പാട്ട് പാടുന്നുള്ളത് മാത്രമാണ് നല്ല ഗുണം എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു. ആ എന്ത് ചെയ്യാം, ആദ്യം പേര് പറഞ്ഞോ രണ്ടാളുടെ. എന്റെ പേര് ഇഷ. എന്റെ പേര് അമിതശ്രീ. അമിതശ്രീ. അമിതശ്രീയോ? അധികം ഐശ്വര്യം കുറച്ച് കൂടുതലാണ്. ഞാൻ ആദ്യം അമൃതശ്രീ എന്നാ വിളിച്ചിരുന്നത്, പിന്നെ അമിത മനസ്സിലായി. പിന്നെ അപ്പൊ എന്ത് സ്വഭാവം മാറ്റേണ്ടത്? പ്രത്യേകിച്ച് ഒന്നുമില്ല. മാറ്റി പറയരുത്. അവളായിട്ട് സംസാരിക്കാണ് നമ്മളുള്ള ബുദ്ധിയും പോവും. അതായത് ഞങ്ങൾ 3 പേരും ഒരു ഗാങ്ങ. അതില് കുറച്ചും കൂടി ബുദ്ധിയുള്ളത് ഈശയ്ക്കാണ്. എനിക്കും അമിതശ്രീക്കും ഒരേ സ്വഭാവം, ഒരേ പൊട്ടത്തരങ്ങളൊക്കെ. അല്ല അമിതശ്രീ എന്താ പറയാൻ പോയത്? അമിതശ്രീ ഇവളുടെ ആ സ്വഭാവം മാറ്റേണ്ടത് ഒരെണ്ണം എന്ന് വെച്ചാ ഇവള് ആലോചിക്കാണ്ട് പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയും. അതവളുടെ കൂടെ നടന്നിട്ട് എനിക്ക് മധുവങ്ങള് പത്തിക്കാനും പോയെന്ന് ഇവള് പറഞ്ഞത് പറഞ്ഞു. അവളത് അതേപോലെ തന്നെ അവളും എന്ത് പറഞ്ഞു. അമിതശ്രീ എന്തായാലും ആ പേര് മറന്നു പോകില്ല. അങ്ങനെ ഒരു പേര് ഞാൻ അമിതശ്രീ. അമിതാഭ് ബച്ചൻ എന്നാ വിളിക്കാം. 2026 ആദ്യത്തെ പാട്ടില്ല. അപ്പൊ ഇത്രയും നന്നായതിലല്ലേ. ഇപ്പൊ ഫ്രണ്ട്സ് ഹാപ്പിയാണോ? അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും അല്ലേ? ക്ലാസ്സിൽ ഫ്രീ ടൈം കിട്ടുമ്പോ എന്നോട് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടേയിരിക്കാൻ പറയും. അവരാണ് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അത് ശരി. ക്ലാസ്സിലെ ജൂക്ക് ബോക്സ് ആണോ? അതെ. അത് ഏത് മാത്സിന്റെ പീരീഡ് ഒക്കെ എനിക്ക് പാട്ട് പാടി തരൂ. ക്ലാസ്സിലിരുന്നോ? സത്യമാണ്. ഞാൻ വിചാരിച്ചല്ല ബ്രേക്കിന് ആയിരിക്കും. സാധാരണ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ ഇതാക്കി എടുക്കാന്ന് പറയുമ്പോ കൊറേ വർഷത്തെ പരിചയം ഉണ്ടാവും. അതുപോലെ തന്നെ ഇഷേനെ എനിക്ക് ഒരു 6-7 വർഷത്തെ പരിചയം ഉണ്ട്. പക്ഷെ അമിതശ്രീനെ ഞാൻ കഴിഞ്ഞ വർഷം ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ തന്നെ ഞങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പൊ തന്നെ അത് ശരി. അപ്പൊ നിങ്ങൾ തമ്മിൽ എനിക്കും അവൾക്ക് ഒരേ സ്വഭാവം. അതുകൊണ്ട്